morning dear students. അപ്പോൾ ഇന്ന് നമ്മൾ ലോസസിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാൻ പോവാണ്. A horizontal pipeline 40 meter long is connected to a water tank at one end and discharges freely into the atmosphere at the other end. For the first 25 meter of its length from the tank, the pipe is 150 mm diameter and its diameter is suddenly enlarged to 300 mm. The height of water level in the tank is 8 meter above the center of the pipe. Considering all losses of head which occur, determine the rate of flow. Take F is equal to 0.1 for both sections of the pipe. Also draw hydraulic gradient line, hydraulic gradient line and total energy line for these pipes. Okay. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്താ? ഒരു പൈപ്പ് ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ പൈപ്പ് ഉണ്ട്. ടോട്ടൽ 40 മീറ്ററാണ് അതിൻ്റെ ലെങ്ത്ത്. ആൻഡ് അതിൻ്റെ വൺ എൻഡ് ഒരു വാട്ടർ ടാങ്കുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു വാട്ടർ ടാങ്കുമായിട്ടാണ് അതിൻ്റെ വൺ എൻഡ് കണക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് അതിൻ്റെ അതർ എൻഡ് അറ്റ്മോസ്ഫിയറിലേക്ക് ഫ്രീ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. ആൻഡ് അതർ എൻഡ് എന്താണ് പ്രത്യേകത? അതിൽ ഫോർ ദ ഫസ്റ്റ് 25 മീറ്റർ ഓഫ് ഇറ്റ്സ് ലെങ്ത് ഫ്രം ദ ടാങ്ക് എന്നുള്ള ഫസ്റ്റ് 25 മീറ്റർ ലെങ്ത്ത് അതിൻ്റെ ഡയമീറ്റർ 150 mm ആണ്. ആൻഡ് ഡയമീറ്റർ ഇസ് സഡൻലി എൻലാർജ് ടു 300 mm ആഫ്റ്റർ ദാറ്റ്. ഇല്ലേ? അതായത് ഒരു ടാങ്കുമായിട്ട് നമ്മളൊരു 40 മീറ്റർ ലെങ്ത് ഉള്ളൊരു പൈപ്പ് കണക്ട് ചെയ്തു. ആൻഡ് അതിൻ്റെ പ്രത്യേകത, പൈപ്പിൻ്റെ പ്രത്യേകത, ആദ്യത്തെ 25 മീറ്റേഴ്സ് അതിൻ്റെ ഡയമീറ്റർ എത്രയായിരുന്നു? 150 mm ആയിരുന്നു. ദെൻ ആ 25 മീറ്റർ ലെങ്ത്ത് കഴിഞ്ഞപ്പോൾ ഈ പൈപ്പിൻ്റെ ക്രോസ് സെക്ഷൻ സഡൻലി എൻലാർജ് ചെയ്തു. ഡയമീറ്റർ 300 mm ആയി. ഫോർ റിമൈനിങ് എത്ര ഉണ്ടാകും? ടോട്ടൽ 40 ആണ്. അപ്പോൾ ബാക്കി 15. ഫോർ ദ റിമൈനിങ് 15 മീറ്റർ ദ ഡയമീറ്റർ ഇസ് 300 mm. ആൻഡ് ഈ ടാങ്കിൽ വാട്ടറാണുള്ളത്. ആൻഡ് അതിലുള്ള വാട്ടർ ലെവൽ എത്രയാണ്? ഈ പൈപ്പിൻ്റെ സെൻറ്ററിൽ നിന്ന് 8 മീറ്റർ എബോവ് ആണ് വാട്ടറിൻ്റെ ലെവൽ ഇൻ ദിസ് ടാങ്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള എല്ലാ ലോസസും കൺസിഡർ ചെയ്താൽ നമുക്ക് ഈ ഔട്ട്ലെറ്റിൽ കിട്ടുന്ന ഡിസ്ചാർജ് കാണാനാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫ്രിക്ഷണൽ കോഎഫിഷ്യൻറ്റ് എഫ് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഡ്രോ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ ആൻഡ് ടോട്ടൽ എനർജി ലൈൻ ഫോർ ദീസ് പൈപ്സ്. ഇതിലേക്ക് വരുന്നതിൻ്റെ മുന്നേ നമുക്ക് ഈ പ്രോബ്ലം ആദ്യം ചെയ്യാം. ഞാൻ ആക്ച്വലി ഈ ഒരു സെക്ഷൻ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എന്താ, ടോട്ടൽ എനർജി ലൈൻ എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആദ്യം ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എൻഡിലുള്ള ഡിസ്ചാർജ് കാണണമെങ്കിൽ ഈ ഏരിയ, ഈ പൈപ്പിൻ്റെ ഈ ഏരിയ ഇൻറ്റു ഇവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി ചെയ്താൽ മതി. ഇല്ലേ? ഓക്കെ, അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി ചെയ്താൽ മതി. അപ്പോൾ ഈ ടാങ്കിലെ വാട്ടർ സ്റ്റില്ലായിരിക്കും, അവിടെ നമുക്ക് വെലോസിറ്റി ഇല്ല, വെലോസിറ്റി 0 ആണ്. ദെൻ ആദ്യത്തെ പൈപ്പിലുള്ള വെലോസിറ്റി V1 ആണെന്ന് എടുക്കുക. ദെൻ ഈ വെലോസിറ്റി V2 ആണെന്ന് എടുക്കുക. സോ ഈ വെലോസിറ്റി V2 ആണെങ്കിൽ ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു ഈ സെക്ഷൻ്റെ ഏരിയ A1 എന്ന് എടുക്കുകയാണ് നമ്മൾ. ഈ സെക്ഷൻ്റെ ഏരിയ A2 എന്ന് എടുക്കുകയാണെങ്കിൽ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു A2 ഇൻറ്റു V2. A2 ഇൻറ്റു V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ലോസസും കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം കിട്ടാൻ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടാങ്കിലൊരു സെക്ഷൻ എടുക്കുക. ദെൻ എവിടെയാണ് നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കേണ്ടത്? ആ ഔട്ട്ലെറ്റ് ഒരു സെക്ഷൻ എടുക്കുക. ദെൻ ഈ രണ്ട് സെക്ഷനിലും നമ്മൾ ടാങ്കിൻ്റെ വാട്ടർ സർഫേസിൻ്റെ ടോപ്പിൽ ഒരു സെക്ഷൻ എടുക്കുക. ദെൻ നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കേണ്ട പോയിന്റിലൊരു സെക്ഷൻ എടുക്കുക. ആൻഡ് ഈ രണ്ട് സെക്ഷനിലും നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് സെക്ഷനിൽ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എവിടെയാണെങ്കിലും ബെർണോളിസ് ഇക്വേഷൻ P1/ρg പ്ലസ് V1 നമുക്കിവിടെ എഴുതാൻ പറ്റില്ല, ജസ്റ്റ് V എന്ന് എഴുതാണ് ഞാൻ. V²/2g, കാരണം V1 നമ്മളിവിടെ എടുത്തിട്ടുണ്ടല്ലോ, പ്ലസ് Z ഇസ് ഈക്വൽ ടു, നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലൊക്കെ P2 എന്ന് കൊടുക്കാം. P2/ρg പ്ലസ് V2²/2g പ്ലസ് Z2 എന്നാണ് ഇക്വേഷൻ വരിക. ഇനി ഈ വാട്ടർ സർഫസിൻ്റെ ടോപ്പ് എടുത്ത് നോക്കുക. ഈ ടോപ്പ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് ഉണ്ടാവുക. സോ പ്രഷർ ഹെഡ് എവിടെയാണോ നമുക്ക് അറ്റ്മോസ്ഫിയർ ആയിട്ട് ഈ ലിക്വിഡിന് കോണ്ടാക്റ്റ് വരുന്നത് അവിടെയൊക്കെ എന്തായിരിക്കും? പ്രഷർ ഹെഡ് 0 ആയിരിക്കും.
ഓക്കെ, അത് ഓർത്ത് വെക്കണം. എവിടെയൊക്കെ നമ്മൾ ലിക്വിഡ് അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺഡ് ആണോ അവിടെയൊക്കെ പ്രഷർ ഹെഡ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ P1/ρg ഈസ് 0. ദെൻ ഈ ടാങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് ഓഫ് ഫ്ലോ ഒന്നുമില്ല, സോ വെലോസിറ്റി ഈസ് 0. പ്ലസ് സെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പൈപ്പിൻ്റെ സെൻട്രൽ ലൈനാണ് നമ്മൾ റെഫറൻസ് ഡാറ്റമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ സെൻട്രൽ ലൈനിൽ നമ്മളെ സെക്ഷൻ 1ലേക്കുള്ള ഹൈറ്റ് 8 മീറ്ററാണ്. സോ സെഡ് ഇസ് 8. ഇവിടെ P2 ഉണ്ടോ? കാരണം ഈ ടാങ്കിൽ നിന്ന് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്ത് വെള്ളത്തിനെ പുറത്തേക്ക് എടുക്കുകയാണ്. ഇവിടെയും അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണുള്ളത്. അപ്പോൾ P2/ρg 0 ആണ്. V2²/2g ഉണ്ടാവും. ആൻഡ് Z2 ഇസ് ഓൾസോ 0. ഓക്കെ, ഒരു നോർമൽ കേസിൽ നമുക്ക് ഇങ്ങനെയാണ് എന്ത് വരേണ്ടത്, നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ വരേണ്ടത്. പക്ഷേ ഇവിടെ നമ്മളോട് എല്ലാ ലോസസും കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ഭാഗം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, സെക്ഷൻ 1ലുള്ള ടോട്ടൽ എനർജിയാണ് അല്ലേ. ബെർണോളിസ് ഇക്വേഷൻ അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്, ടോട്ടൽ എനർജി അറ്റ് 1 സെക്ഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഇൻ സെക്കൻഡ് സെക്ഷൻ ഇൻ എ ഫ്ലോ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ P1/ρg പ്ലസ് V1 അങ്ങനെ പറഞ്ഞാൽ P/ρg എന്ന് പറയാം. P/ρg പ്ലസ് V²/2g പ്ലസ് Z ഇതെന്ന് പറഞ്ഞാൽ സെക്ഷൻ 1ലുള്ള ടോട്ടൽ എനർജിയാണ്. ആൻഡ് P2/ρg പ്ലസ് V2²/2g പ്ലസ് Z2 എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ 2ലുള്ള ടോട്ടൽ എനർജിയാണ്. അപ്പോൾ ഈ സെക്ഷൻ 1 നിന്ന് 2ലേക്ക് വാട്ടർ ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കോൺട്രാക്ഷൻ വരുന്നുണ്ട്, ഇവിടെ ഒരു എക്സ്പാൻഷൻ വരുന്നുണ്ട്, ദെൻ ഈ രണ്ട് പൈപ്പിലുള്ള ഫ്രിക്ഷണൽ ലോസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടോട്ടൽ എനർജീനെയും ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെയുള്ള എനർജിനെക്കാട്ടും കുറവായിരിക്കും ഇവിടെയുള്ള എനർജി. ബിക്കോസ് ഇവിടെ എന്തുണ്ട്, ഒരു ലോസ് ഉണ്ട്, ഇവിടുന്ന് ഇവിടത്തേക്ക് ട്രാവൽ ചെയ്യുമ്പം ഒരു ലോസ് ഓഫ് എനർജി ഉണ്ട്. സോ ഇത് നമുക്ക് പ്ലെയിൻലി ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഐഡിയൽ കേസിൽ നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം. പക്ഷേ ആക്ച്വൽ കേസിൽ നമ്മുടെ ലോസസ് കൺസിഡർ എന്ന് പറഞ്ഞതുകൊണ്ട്, കൺസിഡറിങ് ഓൾ ലോസസ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുകൊണ്ട് നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എഴുതാൻ പറ്റില്ല. ഇവിടെയുള്ള എനർജി നമ്മൾ എഴുതും, പ്ലസ് അതിൻ്റെ കൂടെ എല്ലാ ലോസസും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള എനർജിയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന എനർജിനെക്കാട്ടും കുറവായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന എനർജി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ലോസസ് കൺസിഡർ ചെയ്യുക? നമ്മൾ ഈ ഭാഗത്ത് P2/ρg പ്ലസ് V2²/2g പ്ലസ് Z2ൻ്റെ കൂടെ ഓൾ ലോസസും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ലോസസിനെ കൺസിഡർ ചെയ്യുന്നത് ഈ ഫ്ലോയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് വരും, 8 ഈസ് ഈക്വൽ ടു V2²/2g പ്ലസ് ഓൾ ലോസസ്. ഇങ്ങനെയാണ് ലോസസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ വരിക. അപ്പോൾ ഈ കേസിൽ എന്തൊക്കെ ലോസസ് ആണ് നമുക്ക് വരിക? ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല, നമുക്ക് ഒറ്റ പൈപ്പേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഒരു ടാങ്ക് ഉണ്ട്, അതിനോട് ഈ ഒരു പൈപ്പ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, ഈ എൻലാർജ്മെൻ്റ് ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരാൻ സാധ്യതയുള്ള ലോസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ വലിയ ടാങ്കിൽ നിന്ന് ചെറിയ പൈപ്പിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ കോൺട്രാക്ഷൻ കാരണം ഉണ്ടാവുന്ന എനർജി ലോസ്, ആൻഡ് ഈ പൈപ്പിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ. അപ്പോൾ അത് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഓൾ ലോസസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഈ ഒരു പൈപ്പിൽ നമുക്ക് എന്തൊക്കെ ലോസസ് വരാൻ സാധ്യതയുണ്ട്? ഈ ഫുൾ സിസ്റ്റത്തിൽ ഈ വലിയ വാട്ടർ ടാങ്കിൽ നിന്ന് ചെറിയ പൈപ്പിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലോസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ. ദെൻ 150 mm ഡയമീറ്ററുള്ള പൈപ്പിൽ നിന്ന് 300 mm ഡയമീറ്ററുള്ള പൈപ്പിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാവുന്ന സഡൻ എക്സ്പാൻഷൻ കൊണ്ടുണ്ടാവുന്ന ഒരു ലോസ് ഉണ്ടാവും. ദെൻ ഈ രണ്ട് പൈപ്പിലുള്ള ഹെഡ് ലോസ് ഓർ ഫ്രിക്ഷണൽ ലോസും കൂടി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഓൾ ലോസസിന് പേര് കൊടുക്കുകയാണ്. ഇക്വേഷൻ 8 ഈസ് ഈക്വൽ ടു V2²/2g പ്ലസ് ആദ്യത്തെ കോൺട്രാക്ഷൻ കൊണ്ടുണ്ടാവുന്ന എനർജി ലോസിനെ ഞാൻ HC എന്ന് വിളിക്കുകയാണ്. ദെൻ ഇവിടെ ഉണ്ടാവുന്ന ഫസ്റ്റ് പൈപ്പിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ലോസിനെ ഞാൻ HF1 എന്ന് വിളിക്കുകയാണ്. ദെൻ ഇവിടെ ഉണ്ടാവുന്ന എക്സ്പാൻഷൻ കാരണം ഉണ്ടാവുന്ന ലോസിനെ ഞാൻ HE എന്ന് വിളിക്കുകയാണ്. ദെൻ ഫൈനലി ഈ പൈപ്പിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ലോസിനെ HF2 എന്ന് വിളിക്കുകയാണ്. ഇനി ഇതിൻ്റെയൊക്കെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ HC എന്ന് പറഞ്ഞാൽ എന്താ? HC കോൺട്രാക്ഷൻ കാരണം ഉണ്ടാവുന്ന ഹെഡ് ലോസ്. HC ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ ഉണ്ട് 0.5 ഇൻറ്റു ഈ പൈപ്പിലല്ലേ, അപ്പോൾ വെലോസിറ്റി V1 ആണ്. സോ V1²/2g. ഇങ്ങനെ ഒരു ടാങ്കിൽ നിന്ന് ഒരു ചെറിയ പൈപ്പിലേക്ക് നമ്മുടെ വാട്ടർ എൻ്റർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ കോൺട്രാക്ഷൻ കൊണ്ടുണ്ടാവുന്ന ഹെഡ് ലോസ് എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു ഈ ചെറിയ പൈപ്പിലുള്ള വെലോസിറ്റി II/2g ആണ്. ഇവിടെ ചെറിയ പൈപ്പിലുള്ള വെലോസിറ്റി V1 ആണ്. സോ HC ഈസ് ഈക്വൽ ടു 0.5 V1²/2g. ഓക്കെ, അതേപോലെ അടുത്ത് നമുക്ക് ഈ ഒരു പൈപ്പിലുള്ള ഫ്രിക്ഷണൽ ലോസ് ആണ് വേണ്ടത്.
അപ്പോൾ ഫ്രിക്ഷണൽ ലോസ് HF1-നുള്ള ഇക്വേഷൻ 4FLV²/2GD. അപ്പോൾ ഇതിൽ നമുക്ക് എഫ് അറിയാം, 0.1 എന്ന ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എൽ അറിയാം. എൽ എന്താണ്? ലെങ്ത് ഓഫ് പൈപ്പ് 25 മീറ്റർ ആണ്. ആദ്യത്തെ പൈപ്പിൻ്റെ ലെങ്ത്ത് 25 മീറ്റർ ആണ്. ദെൻ വി എന്ന് പറഞ്ഞാൽ അതിലൂടെയുള്ള വെലോസിറ്റി V1² ആണ് ബൈ 2G ഇൻറ്റു ഡി ഇസ് 150 mm. അപ്പോൾ HF1-ൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ആ HF1 കഴിഞ്ഞാൽ പിന്നെയുള്ള ലോസ് ഏതാ? ഈ 150 mm ഡയമീറ്റർ ഉള്ള പൈപ്പിൽ നിന്ന് 300 mm ഡയമീറ്ററിലേക്ക് ഇത് എൻലാർജ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഹെഡ് ലോസ് ആണ്. സോ അതിനെ HE എന്ന് വിളിക്കും നമ്മൾ. ആൻഡ് HEൻ്റെ ഇക്വേഷൻ എന്താ വരിക? ഈ പൈപ്പിലുള്ള വെലോസിറ്റി മൈനസ് ഈ പൈപ്പിലുള്ള വെലോസിറ്റി സ്ക്വയർ ബൈ 2G അല്ലേ? അപ്പോൾ V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ബൈ 2G. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? അങ്ങനെ എക്സ്പാൻഷനും കൂടെ കഴിഞ്ഞ് പിന്നെ വരുന്നത് ഈ പൈപ്പിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ലോസ് ആണ്. രണ്ടാമത്തെ പൈപ്പിലൂടെ, ദാറ്റ് ഈസ് HF2 is equal to 4FL V2² by 2G D1 എന്ന് കൊടുക്കുക. നമ്മളെ ഫസ്റ്റ് പൈപ്പിൻ്റെ ഡയമീറ്റർ 2G D2. ഇത്രയാണ് ലോസസ് ഉണ്ടാവുക. അപ്പോൾ ഇതിലൊക്കെ V1 ഉം V2 ഒക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ എന്ത് ചെയ്യണം? ഒന്നിക്കെങ്കിൽ V1-ൻ്റെ ടേമിലേക്ക് ആക്കണം, അല്ലെങ്കിൽ V2-ൻ്റെ ടേമിലേക്ക് ആക്കണം. അതിന് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്യണം. രണ്ട് പൈപ്പിലും നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്യാണ്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താ? രണ്ട് പൈപ്പിലും നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്താൽ A1 V1 is equal to A2 V2. സോ V2 or V1 is equal to A2 by A1 into V2 ആണ്. A2 എന്ന് പറയുന്നത് രണ്ടാമത്തെ പൈപ്പിൻ്റെ ഏരിയ ആണ്. രണ്ടാമത്തെ പൈപ്പിൻ്റെ ഡയമീറ്റർ 300 mm ആണ്. ദാറ്റ് ഇസ് 0.3 ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു ഒന്നാമത്തെ പൈപ്പിൻ്റെ ഡയമീറ്റർ എത്രയാണ്? 150 അല്ലേ? 0.15² ഇൻറ്റു V2. അപ്പോൾ ഇത് ചെയ്താൽ V1 is equal to 4V2 എന്ന് കിട്ടും. V1 is equal to 4V2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ഇക്വേഷനിൽ, ഹെഡ് ലോസിൻ്റെ ഒക്കെ ഇക്വേഷനിൽ V1-ന് പകരമൊക്കെ ഈ 4V2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ കോൺട്രാക്ഷൻ കാരണം ഉണ്ടാവുന്ന ഹെഡ് ലോസ് ഇസ് 0.5 V1² by 2G. ദാറ്റ് ഇസ് 0.5 ഇൻറ്റു V1 ഇസ് 4V2. സോ 4V2² by 2G. ദാറ്റ് ഇസ് 8V2² by 2G. ഓക്കെ, ദെൻ അതേപോലെ നെക്സ്റ്റ് ഏതാണ്? ഹെഡ് ലോസ് ഇൻ പൈപ്പ് 1 HF1-ൻ്റെ ഇക്വേഷൻ 4FL V1² by 2GD എന്നാണ്. ദാറ്റ് ഇസ് ഇതിനോരോന്നും വാല്യൂ കൊടുക്കുക. 4 ഇൻറ്റു എഫ് എന്ന് ഞാൻ ക്വസ്റ്റിൽ തന്ന് 0.1 ആണ് തോന്നുന്നു, 0.01 ആണ് കേട്ടോ. എഫ് ഇസ് 4 ഇൻറ്റു 0.01 ഇൻറ്റു ലെങ്ത് ഓഫ് ഫസ്റ്റ് പൈപ്പ് എത്രയാണ്? 25 മീറ്റർ ഇൻറ്റു V1 പകരം നമ്മൾ എന്ത് കൊടുക്കും? 4V2 എന്ന് കൊടുക്കും. 4V2² by 2 ഇൻറ്റു G ഈസ് 9.81 ആൻഡ് ഫസ്റ്റ് പൈപ്പിൻ്റെ ഡയമീറ്റർ 0.15. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് HF1 is equal to 106.67 V2² by 2G എന്ന് കിട്ടും. 106.67 V2² by 2G എന്ന് കിട്ടും. ഇതേപോലെ HF2 കാണാം. HF2 കണ്ടാൽ HF2 കാണുന്നതിന് മുന്നേ നമുക്കൊരു എക്സ്പാൻഷൻ്റെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട് അല്ലേ? ഹെഡ് ലോസ് ഡ്യൂ ടു എക്സ്പാൻഷൻ V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ബൈ 2G. ദാറ്റ് ഇസ് V1 ഇസ് 4V2 മൈനസ് V2 ഹോൾ സ്ക്വയർ ബൈ 2G. അപ്പോൾ ചെയ്താൽ നമുക്ക് 9V2² by 2G എന്നാണ് കിട്ടുക. 9V2² by 2G. ദെൻ HF2 കാണാം. HF2 രണ്ടാമത്തെ പൈപ്പിലുള്ള ഫ്രിക്ഷണൽ ലോസ്. HF2-ൻ്റെ ഇക്വേഷൻ 4FL. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ HF1 കാണുമ്പോൾ L1 എന്ന് കൊടുത്തോ. ഓക്കെ, 4FL2 V2² by 2G D2 എന്നാണ് HF2-ൻ്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് 4 ഇൻറ്റു 0.01 ഇൻറ്റു L2 ഈസ് 15 മീറ്റർ ഇൻറ്റു V2² by 2 ഇൻറ്റു 9.81 ഇൻറ്റു രണ്ടാമത്തെ പൈപ്പിൻ്റെ ഡയമീറ്റർ 300 mm or 0.3 മീറ്റർ. ചെയ്താൽ നമുക്ക് HF2 is equal to എത്ര കിട്ടുക? HF2 is equal to 2V2² by 2G എന്നാണ് കിട്ടുക. 2V2² by 2G. ഇതൊക്കെ ശരിയാണോ നിങ്ങൾ നോക്കണം, ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. 2V2² by 2G 2V2² by 2G എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഇസ് V2² by 2G.
അപ്പോൾ ഈ കിട്ടിയ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആദ്യത്തെ ബെർണോളിസ് ഇക്വേഷനിലേക്ക് കൊടുക്കുക. ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടില്ല ഇവിടെ. 8 ഈസ് ഈക്വൽ ടു V2² + 2g പ്ലസ് HC പ്ലസ് HF1 പ്ലസ് HE പ്ലസ് HF2. അപ്പോൾ ആ ഇക്വേഷനിൽ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8 ഈസ് ഈക്വൽ ടു V2² 2g പ്ലസ് ആദ്യത്തെ ലോസ് HC, ദാറ്റ് ഈസ് 8V² 2g. രണ്ടാമത്തത് HF1, ദാറ്റ് ഈസ് 106.67 V2² 2g പ്ലസ് മൂന്നാമത്തെ ലോസ് HE 9V2² 2g പ്ലസ് അവസാനത്തെ ഹെഡ് ലോസ് HF2 2V2² എന്ന് പറഞ്ഞാൽ V2² g മതി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്താൽ ഇത് നമുക്ക് V2 കണ്ടുപിടിക്കാനാവുമല്ലോ. V2 മാത്രമേ നമുക്കിതിൽ അറിയാത്തേ ഉള്ളൂ. അപ്പോൾ ആ V2 ഈസ് ഈക്വൽ ടു നമുക്ക് 1.113 m/s എന്ന് കിട്ടും. 1.113 m/s എന്ന് കിട്ടും. അപ്പോൾ V2 കിട്ടി. നമ്മളോട് ചോദിച്ചത് റേറ്റ് ഓഫ് ഡിസ്ചാർജ് കാണാനാണ്, റേറ്റ് ഓഫ് ഫ്ലോ ഓർ ഡിസ്ചാർജ് കാണാനാണ്. Q ഈസ് ഈക്വൽ ടു A2 × V2 ആണ് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ. സോ Q is equal to rate of flow or discharge Q is equal to A2 × V2. A2 is pi/4 × 0.32 into V2 is 1.113. ചെയ്താൽ നമുക്ക് 0.078 m3/s എന്നാണ് കിട്ടുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ലോസസ് കൂടെ കൺസിഡർ ചെയ്തിട്ട് ഡിസ്ചാർജ് കാണുക. സാധാരണ നമുക്ക് ഡിസ്ചാർജ് കാണണമെങ്കിൽ ലോസസ് ഒന്നും കൺസിഡർ ചെയ്യാണ്ടാണെങ്കിൽ രണ്ട് സെക്ഷനിലും നമ്മൾ എന്ത് ചെയ്യുക, ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, അതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കുക, വെലോസിറ്റി ഇൻറ്റു ഏരിയ ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മളോട് കൺസിഡറിങ് ഓൾ ലോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ ഒന്ന് മോഡിഫൈഡ് ആവും. എങ്ങനെ? ഈ ഫസ്റ്റ് സെക്ഷനിലുള്ള ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു സെക്ഷനിലുള്ള ടോട്ടൽ എനർജി പ്ലസ് ഓൾ ലോസസ് ആവും. അപ്പോൾ ആ ഓൾ ലോസസിൽ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ലോസസ് ഉണ്ടോ അതൊക്കെ കൺസിഡർ ചെയ്യണം. ഇതിലിപ്പോൾ എന്തൊക്കെ ലോസസ് ഉണ്ട്? ഒരു കോൺട്രാക്ഷൻ ഉണ്ട്, ഒരു ഫ്രിക്ഷണൽ ലോസ് ഉണ്ട്, ഒരു എക്സ്പാൻഷൻ ഉണ്ട്, ദെൻ വീണ്ടും ഒരു ഫ്രിക്ഷണൽ ലോസ് ഉണ്ട്. ഇത്രയും നമ്മളെ ഫിഗറിലെങ്കിൽ ലോസസ് എന്തൊക്കെയായിരിക്കും? ഒരു കോൺട്രാക്ഷൻ, ദെൻ ഒരു ഫ്രിക്ഷണൽ ലോസ്. അപ്പോൾ നമുക്ക് തന്നതിനനുസരിച്ച് ആ ലോസസിനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളോട് ഇതിൽ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനും ടോട്ടൽ എനർജി ലൈനും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ? ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനും ടോട്ടൽ എനർജി ലൈനുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ ആൻഡ് ടോട്ടൽ എനർജി ലൈൻ? ആദ്യം നമുക്ക് ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയാം. ഒരു പൈപ്പ് എടുക്കുകയാണ് നമ്മൾ. ആ പൈപ്പിൻ്റെ P/ρg പ്ലസ് V² 2g പ്ലസ് Z എന്നാണ് ആ പൈപ്പിൻ്റെ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ. അപ്പോൾ ഒരു പൈപ്പ് ഉണ്ട്, ആ പൈപ്പിൽ നമ്മൾ അതിനൊരു വെലോസിറ്റി ഉണ്ട്, Z എന്ന് പറയുന്നൊരു ഡാറ്റത്തിൽ നിന്നുള്ളൊരു ഹൈറ്റ് ഉണ്ട്, അവിടെ ഒരു പ്രഷർ ഉണ്ട്. അപ്പോൾ ഏതൊരു പൈപ്പിനും ഈ ക്വാണ്ടിറ്റീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കൊരു ഹൈറ്റ് കിട്ടൂലേ? ആ ഹൈറ്റ് നമ്മൾ ഡാറ്റത്തിൽ നിന്ന് എടുത്ത് വരക്കുന്ന ലൈനാണ് നമ്മൾ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത്. ഒരു പൈപ്പിൻ്റെ ഓരോ പോയിന്റിലും നമ്മൾ P/ρg പ്ലസ് V² 2g പ്ലസ് Z കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ലൈനൊക്കെ കൂടി ജോയിൻ ചെയ്ത് വരക്കുന്ന ലൈനാണ് നമ്മൾ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ലൈൻ റെപ്രസെൻറ്റ്സ് ദി ടോട്ടൽ എനർജി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ ദിസ് പൈപ്പ്. അപ്പോൾ നമുക്കൊരു പൈപ്പ് ഉണ്ട്, നമുക്കിങ്ങനെ ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ ഇതിൽ ഓരോ സെക്ഷനിലും നമ്മൾ എന്ത് ചെയ്യുക? P/ρg പ്ലസ് V² 2g പ്ലസ് Z കണ്ടുപിടിക്കുക. അതിന് അടുത്ത പോയിന്റ് അതേ സെയിം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക, അടുത്ത പോയിന്റിൽ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ സെൻട്രൽ ലൈൻ നമ്മൾ ആ ഹൈറ്റൊക്കെ കൂടി വരച്ച് സ്കെയിൽ ചെയ്ത് വരച്ച് നമ്മൾ ഒക്കെ കൂട്ടി വരക്കുന്ന ലൈനാണ് നമ്മൾ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത്. ഇങ്ങനൊരു പൈപ്പ്, ഇത് ഡാറ്റം. ഫസ്റ്റ് പോയിന്റ് ഇവിടെ നമ്മൾ P/ρg പ്ലസ് V² 2g പ്ലസ് Z കണ്ടു, നമുക്കൊരു 10 മീറ്റർ കിട്ടിയെന്ന് വിചാരിക്കാം. ദെൻ ഈ പോയിന്റിൽ നമ്മൾ P/ρg പ്ലസ് V² 2g പ്ലസ് Z കണ്ടു, നമുക്കൊരു 8 മീറ്റർ കിട്ടിയെന്ന് വിചാരിക്കാം. ദെൻ അടുത്ത പോയിന്റിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കൊരു 6 മീറ്റർ കിട്ടിയെന്ന് വിചാരിക്കാം. ഈ ഒരു ഹൈറ്റ്സിനൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് വരക്കുന്ന ലൈനാണ് ടോട്ടൽ എനർജി ലൈൻ. അപ്പോൾ നിങ്ങൾക്കിത് സാധാരണ തിയറി ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാറുണ്ട്, പ്രോബ്ലം ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ തിയറി ചോദിച്ചാൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്: P/ρg പ്ലസ് V² 2g പ്ലസ് സെഡിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ടോട്ടൽ എനർജി ലൈൻ. ഇനി അത് ടോട്ടൽ എനർജി ലൈൻ ഓർ TEL.
ഇനി ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എന്താണ്? ഇതേ സാധനം തന്നെ, പക്ഷെ അതിൽ P/ρgയും സെഡും മാത്രമേ ഉണ്ടാവുള്ളൂ. V²/2g ഉണ്ടാവില്ല. നമ്മളെ ഈ പൈപ്പിൽ ഈ ഫസ്റ്റ് പോയിന്റ് നമ്മൾ P/ρg + Z കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് സം മീറ്റേഴ്സ് കിട്ടുന്നു. ആ ലൈൻ വരയ്ക്കുക. ദെൻ അടുത്ത പോയിന്റ് കൺസിഡർ അവിടെ P/ρg + Z കണ്ടുപിടിക്കുക. വീണ്ടും നമുക്കൊരു 4 മീറ്റർ 3 മീറ്റർ അങ്ങാണ്ട് കിട്ടുന്നു. ആ ലൈൻ വരയ്ക്കുക. ഇത് 4 മീറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈനാണ് കേട്ടോ. ദെൻ അടുത്ത പോയിന്റിൽ നമ്മൾ P/ρg + Z കണ്ടുപിടിക്കുന്നു. അതിന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുന്നു. ദെൻ ഇതൊക്കെ കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ കിട്ടും. അപ്പോൾ ടോട്ടൽ എനർജി ലൈനിൽ P/ρg + V²/2g + Z ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനിൽ ഈ V²/2g ഇല്ല. അപ്പോൾ ടോട്ടൽ എനർജി ലൈൻ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിൽ നിന്ന് V²/2g മൈനസ് ചെയ്താൽ നമുക്ക് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ കിട്ടും ഇല്ലേ? അപ്പോൾ അതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെ ടോട്ടൽ എനർജി ലൈനും ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനും വരക്കും? ഞാൻ വീണ്ടും നമ്മുടെ ഫിഗറിലേക്ക് തിരിച്ചു പോവാണ്. ഇതാണ് നമ്മുടെ ടാങ്ക്. ആദ്യം 150 mm ഡയമീറ്ററുള്ള പൈപ്പ്, ദെൻ 300 mm ഡയമീറ്ററുള്ള പൈപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സർഫസ് ഓഫ് വാട്ടർ കൺസിഡർ ചെയ്യുക. ആ സർഫസ് ഓഫ് വാട്ടർ ഞാൻ ആദ്യം ടോട്ടൽ എനർജി ലൈനാണ് വരക്കാൻ പോകുന്നത്, TEL. അപ്പോൾ ഈ സർഫസ് പോയിന്റ് ഞാൻ A എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ എനർജി അറ്റ് A എന്താ വരിക? ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ടോട്ടൽ എനർജി അറ്റ് A is equal to P pressure at A/ρg plus velocity at A/2g plus ZA ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? പ്രഷർ ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, സോ ഇറ്റ് ഈസ് 0. ദെൻ ഇവിടെ വെലോസിറ്റി നമ്മൾ പറഞ്ഞു ടാങ്കിൽ ഓൾമോസ്റ്റ് നില്ലാണ് വെലോസിറ്റി, സോ VA²/2g is equal to 0 ആൻഡ് ZA is 8 മീറ്റർ ആണ് അല്ലേ? 8 മീറ്റർ ആണ്. സോ ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ എനർജി ലൈനിൻ്റെ ഹൈറ്റ് ഫ്രം എനി റെഫറൻസ് സ്റ്റേഷൻ നമുക്ക് എടുക്കാം. നമ്മളിവിടെ എടുക്കുന്നത് പൈപ്പിൻ്റെ സെൻറ്ററിൽ നിന്ന് 8 മീറ്റർ മേലെയാണ് ഈ പറയുന്ന പോയിന്റ് എയിലുള്ള ടോട്ടൽ എനർജി ലൈനിൻ്റെ പോയിന്റ്. ഇനി നമുക്ക് എവിടെയാണ് എനർജി ലോസ് ആദ്യം വരുന്നത്? അടുത്ത എനർജി ലോസ് നമുക്ക് വരുന്നത് ഞാൻ ഈ A എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത എനർജി ലോസ് എനിക്ക് വരുന്നത് എവിടെയാണ്? ഇവിടെ ഒരു കോൺട്രാക്ഷൻ സംഭവിക്കുന്നതുകൊണ്ട് അവിടെ ഒരു എനർജി ലോസ് ഉണ്ടാവുന്നത്. എത്ര എനർജി ലോസ് ഉണ്ടാവുന്നത്? ഈക്വൽ ടു HC അല്ലേ? ഇവിടെ A എന്ന് പറയുന്ന പോയിന്റിൽ 8 മീറ്റർ എനർജി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു ഹെഡ് ലോസ് ഓർ എനർജി ലോസ് ഉണ്ടായി. ആ കോൺട്രാക്ഷൻ കൊണ്ടാണ് ആ ഹെഡ് ലോസ് ഉണ്ടായത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് HC ആണ്, ആ ഉണ്ടായ ഹെഡ് ലോസിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ HCൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു HCയുടെ ഇക്വേഷൻ? HC is equal to 0.5 V1²/2g ആണ്. അതിന് V1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4V2 ആണ് അല്ലേ? 4V2 ആണ്. ദാറ്റ് ഇസ് 0.5 ഇൻറ്റു 4 ഇൻറ്റു V2 നമുക്ക് കിട്ടിയത് 1.113 ആണ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 അല്ലേ? 0.5 ഇൻറ്റു V1 എന്ന് പറയുമ്പോൾ 4V2²/2g ഇസ് ഈക്വൽ ടു വാല്യൂ വരുന്നത് HC ഇസ് 0.5 എന്നാണ് ആൻസർ വരുന്നത്. 0.5 എന്നാണ്, 0.5 മീറ്ററാണ് HCൻ്റെ വാല്യൂ. അപ്പോൾ ഈ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ഈ ഒരു ലെവൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ഒരു ഹെഡ് ലോസ് ഉണ്ടായി. ആ ഹെഡ് ലോസിൻ്റെ വാല്യൂ 0.5 ആണ്. അതായത് 8 മീറ്ററിൽ നിന്ന് 0.5 മീറ്റർ കുറഞ്ഞു. ഈ ഒരു വെർട്ടിക്കൽ ലൈൻ എത്തുമ്പോഴത്തേക്ക് എനർജി 8 മീറ്ററിൽ നിന്ന് 0.5 കുറഞ്ഞു. അപ്പോൾ ആ പോയിന്റ് ഞാൻ B എന്ന് മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, AB. ഇനി എവിടെയാണ് ഹെഡ് ലോസ് വരുന്നത്? ഇവിടെയല്ലേ? അടുത്ത ഹെഡ് ലോസ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ അടുത്ത ഹെഡ് ലോസ് ഞാൻ ഒന്ന് ഫിഗർ മാറ്റി വരക്കുന്നുണ്ട്, നമുക്ക് അത്ര ഹൈറ്റ് പോരാ അവിടെ. അപ്പോൾ ഇവിടെ 8 മീറ്ററാണ് നമ്മുടെ ടോട്ടൽ എനർജി. ദെൻ ഈ ഒരു വെർട്ടിക്കൽ ലൈനിൽ വീണ്ടും ഇവിടെ കോൺട്രാക്ഷൻ വരുന്നതുകൊണ്ട് 0.5 മീറ്റർ എനർജി കുറഞ്ഞു. ഈ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് HCനെയാണ്. ദിസ് ഈസ് A, ദിസ് ഈസ് B. ഇനി നമുക്കൊരു എനർജി ലോസ് വരുന്നത് ഈ പോയിന്റിലാണ്. ആ പോയിന്റിൽ എന്തൊക്കെ എനർജി ലോസ് വരുന്നുണ്ട്?
HF1 എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ലോസും വരുന്നുണ്ട്, ഈ എക്സ്പാൻഷൻ കൊണ്ടുണ്ടാകുന്ന ലോസും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ HF1ൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. HF1ൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? 106. HF1ൻ്റെ ഇക്വേഷൻ 106.67 V2² 2g. 106.67 V2² 2g എന്നാണ്. ഇപ്പോൾ V2ൻ്റെ വാല്യൂ 1.113 അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുക 6.73 മീറ്റേഴ്സ് എന്നാണ്. 6.73 മീറ്റേഴ്സ്. ഓക്കെ, 6.73 മീറ്റേഴ്സ് ആണ് കിട്ടുക. ദെൻ നമുക്ക് ഈ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഹെഡ് ലോസ് എന്ന് പറഞ്ഞാൽ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ ഒരു പോർഷൻ എത്തുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് HF1 = 6.73. ഒരു മിനിറ്റ്, അതിൻ്റെ കൂടെ നമുക്കിവിടെ എക്സ്പാൻഷൻ കാരണം ഉണ്ടാകുന്ന ലോസും കൂടി ഉണ്ടല്ലോ, അതും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വേണ്ട, നമുക്കത് പറഞ്ഞിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എ എന്ന് പറയുന്ന പോയിന്റ്, അവിടെ കോൺട്രാക്ഷൻ കാരണം നമുക്ക് 0.5 HC = 0.5 മീറ്റർ കുറഞ്ഞു. ദെൻ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് വീണ്ടും എത്ര കുറഞ്ഞു? 6.73 മീറ്റർ ഡ്യൂ ടു ഫ്രിക്ഷൻ കുറഞ്ഞു അല്ലേ. അപ്പോൾ ആ 6.73 മീറ്ററിന് ഇങ്ങനത്തെ സ്കെയിലിലല്ല, 6.73 മീറ്ററിന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ലൈൻ ഇവിടെ വരയ്ക്കുക. 6.73 മീറ്ററിന്. അപ്പോൾ ഇതിൽ നിന്ന് വീണ്ടും HF1 കുറഞ്ഞു. ദെൻ വീണ്ടും എന്തുണ്ട്? ഇതേ ലൈനിൽ തന്നെ എക്സ്പാൻഷൻ കാരണം ഒരു ലോസ് ഉണ്ടാകുന്നില്ലേ. എക്സ്പാൻഷൻ കാരണം ഉണ്ടാകുന്ന ലോസിൻ്റെ ഇക്വേഷൻ V1 - V2² 2g ആയിരുന്നു. ഇപ്പോൾ V1 ഉം V2 ഒക്കെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 0.568 മീറ്ററിന് കിട്ടും. അപ്പോൾ ഈ 6.73 കുറഞ്ഞ അതേ പോയിന്റിൽ തന്നെ ഡ്യൂ ടു എക്സ്പാൻഷൻ ഹെഡ് ലോസ്, എക്സ്പാൻഷൻ കാരണം 0.568 മീറ്റർ പിന്നെയും കുറഞ്ഞു. അപ്പോൾ ഇതിൽ തന്നെ അപ്പോൾ ഈ പോയിന്റിൽ 6.73 കുറഞ്ഞ പോയിന്റ് നമുക്ക് സി എന്ന് വിളിക്കാം. അതിൽ തന്നെ ഈ എക്സ്പാൻഷൻ കാരണം വീണ്ടും 0.568 മീറ്റേഴ്സ് കുറഞ്ഞു. അപ്പോൾ ആ 568 മീറ്റേഴ്സ് കുറഞ്ഞ പോയിന്റിനെ നമുക്ക് ഡി എന്ന് വിളിക്കാം. ഓക്കെ, പിന്നെ എവിടെയാണ് ഹെഡ് ലോസ് വരുന്നത്? ഇവിടെയല്ലേ, ഈ പോയിന്റിലല്ലേ, ഈ ഒരു ലൈനിലാണ് ഹെഡ് ലോസ് വരുന്നത് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ ദി സെക്കൻഡ് പൈപ്പ്. ഫ്രിക്ഷൻ ഇൻ ദി സെക്കൻഡ് പൈപ്പ് കൊണ്ടുണ്ടാകുന്ന ഹെഡ് ലോസ് = എന്തായിരുന്നു? HF2ൻ്റെ ഇക്വേഷൻ HF2 = V2² g എന്നാണ് കിട്ടിയല്ലേ. V2² g. V2ൻ്റെ വാല്യൂ ഒക്കെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 0.126 മീറ്റേഴ്സിന് കിട്ടും. അപ്പോൾ ഈ ലൈനിൽ ഈ 0.568 വീണ്ടും 0.126 മീറ്റർ ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ ദിസ് പൈപ്പ് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? വീണ്ടും എനർജി കുറഞ്ഞു. അപ്പോൾ ഈ പോയിന്റിൽ 8 മീറ്റർ ഉണ്ടായിരുന്നു നമ്മുടെ ടോട്ടൽ എനർജി. ദെൻ ആദ്യം കോൺട്രാക്ഷൻ കാരണം ഒരു ഹെഡ് ലോസ് ഉണ്ടായി, പിന്നെ ഇവിടെ ഫ്രിക്ഷൻ കാരണം ഒരു ഹെഡ് ലോസ് ഉണ്ടായി ഫസ്റ്റ് പൈപ്പിൽ. ദെൻ ഇവിടെ ഉണ്ടാകുന്ന എക്സ്പാൻഷൻ കൊണ്ടൊരു ഹെഡ് ലോസ് ഉണ്ടായി. ദെൻ പിന്നെ എങ്ങനെയാണ് ഹെഡ് ലോസ് ഉണ്ടായത്? ഈ സെക്കൻഡ് പൈപ്പിലുള്ള ഫ്രിക്ഷൻ കാരണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ പോയിന്റിലെയും എനർജി കാണിക്കുന്ന പോയിന്റ്സ് ABCDEF shows the total energy line. ABCDEF shows the total energy line. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ എനർജി ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ഓരോ പോയിന്റിലുള്ള ടോട്ടൽ എനർജി കാണാം. നമ്മൾ ആദ്യം നമ്മുടെ സർഫസിൽ എത്രയായിരുന്നു എനർജി ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ആ സർഫസിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് കോൺട്രാക്ഷൻ കാരണം HC കുറഞ്ഞു. ദെൻ അത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആദ്യം ഇതിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ലോസ് കൊണ്ടും എനർജി കുറഞ്ഞു, ഇവിടെ ഉണ്ടാകുന്ന എക്സ്പാൻഷൻ കൊണ്ടും എനർജി കുറഞ്ഞു. ദെൻ ഇവിടെ എത്തുമ്പോഴത്തേക്ക് വീണ്ടും ഈ പൈപ്പിലുള്ള ഫ്രിക്ഷണൽ ലോസ് കൊണ്ട് വീണ്ടും എനർജി കുറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ എനർജി ലൈൻ വരയ്ക്കുന്നത്. ABCDEF റെപ്രസെൻറ്റ്സ് ദി ടോട്ടൽ എനർജി ലൈൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വരയ്ക്കണം? ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ വരയ്ക്കണം ഇല്ലേ. ടോട്ടൽ എനർജി ലൈൻ അറിയാമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ വരയ്ക്കുക? ഈ ടോട്ടൽ എനർജി ലൈനിൻ്റെ ഓരോ പോയിന്റിൽ നിന്നും നമ്മൾ V² 2g അങ്ങ് മൈനസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ വരയ്ക്കുന്നത്. അതിൽ നിങ്ങൾ ഓരോ പോയിന്റിലും പോയിട്ട് V² 2g മൈനസ് ചെയ്യൊന്നും വേണ്ട. ആദ്യം നമ്മൾ പോയിന്റ് ബി ഇല്ലേ, ആ പോയിന്റ് ബിയിൽ നമ്മൾ V1² 2g മൈനസ് ചെയ്യുക. പോയിന്റ് ബി V1² 2g നമുക്ക് കിട്ടുക
ഓൾമോസ്റ്റ് 1 മീറ്ററാണ് നമുക്ക് കിട്ടുക V1² / 2g ഈ പ്രോബ്ലത്തിന് ചെയ്താൽ. ഇപ്പോൾ പോയിന്റ് ബിന്ന് ആ V1² / 2g മൈനസ് ചെയ്ത് നമുക്കൊരു പോയിന്റ് കിട്ടും. ആ പോയിന്റിനെ ഞാൻ ജി എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ദെൻ നമ്മൾ ഈ ബി സി ലൈൻ ജോയിൻ ചെയ്യണം കേട്ടോ. ABCDEF ഇങ്ങനെയല്ലേ നമ്മുടെ എനർജി ലൈൻ പോകുന്നത്. സോറി, ഈ ഉണ്ടാവില്ല, ഇവിടെ ഒറ്റ ലോസ് അല്ലേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ എനർജി ലൈൻ പോവുക. ABCDE ഇതാണ് നമ്മുടെ എനർജി ലൈൻ. ഞാൻ ജസ്റ്റ് ആ ഡിസ്റ്റൻസ് എടുക്കാനുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു എന്നേ ഉള്ളൂ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ V1² / 2g മൈനസ് ചെയ്തിട്ട് നമുക്ക് ജി കിട്ടി. ആ ജി പോയിന്റിൽ നിന്ന് നമ്മൾ BCക്ക് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരക്കുക. എന്നിട്ട് അത് ഈ പോയിന്റിലോട്ടാണ് മീറ്റ് ചെയ്യുന്നത്, അവിടെ നിർത്തുക. അത് നമ്മളൊരു പേര് കൊടുക്കുക. എന്താ പേര് കൊടുക്കുക? H എന്ന് കൊടുക്കുക. ബി എന്ന് പറയുന്ന പോയിന്റിൽ മാത്രം നമ്മൾ V1² / 2g കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ബി പോയിന്റ് നമ്മൾ V1² / 2g മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പോയിന്റ് ജി കിട്ടും. ആ ജിന്ന് നമ്മൾ BDക്ക് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ വരക്കുക. ആൻഡ് ഇറ്റ് ഷുഡ് മീറ്റ് ദി ഈ CD ലൈൻ. ദെൻ ആ CD ലൈന് നമ്മൾ എന്ത് ചെയ്യുക, ഈ DEക്ക് പാരലായിട്ടുള്ളൊരു ലൈൻ വരക്കുക. അത് ഈ ലൈനിനെ മീറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ ഉണ്ടാവുക. ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈനും ടോട്ടൽ എനർജി ലൈനും എപ്പോഴും പാരലൽ ആയിരിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഫിഗർ വരച്ചു തരാം. നമുക്കിങ്ങനൊരു ടാങ്ക് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ടാങ്ക് ഉള്ളത്. അപ്പോൾ ആദ്യം ഈ സർഫസിൽ 8 മീറ്റർ പൈപ്പിൻ്റെ സെൻറ്ററിൽ നിന്ന് 8 മീറ്റർ ഹൈറ്റിൽ എനർജി ഉണ്ടായിരുന്നു ഇതിന്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ എന്ത് ചെയ്തു, കുറച്ച് എനർജി കുറഞ്ഞത് ഈക്വൽ ടു HC ആണ്. അപ്പോൾ HCക്ക് ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ ഈ ടോട്ടൽ എനർജിയിൽ നിന്ന് HCക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് മൈനസ് ചെയ്തു. ഈ പോയിന്റ് A എന്ന് മാർക്ക് ചെയ്തു, ഈ പോയിന്റ് B എന്ന് മാർക്ക് ചെയ്തു. ദെൻ നമുക്ക് വരുന്നത് ഈ പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ലോസ് ആണ്. ആ ഫ്രിക്ഷണൽ ലോസ് നമ്മൾ ഈ ഒരു ലൈനിലാണ് മാർക്ക് ചെയ്യേണ്ടത്. B എന്ന് നമ്മളുടെ ഹൊറിസോണ്ടൽ ചുമ്മാ വരച്ചു. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആദ്യത്തെ പൈപ്പിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ലോസ് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ ബിന്ന് ആ ഫ്രിക്ഷണൽ ലോസ് 6.73 ആണ് നമുക്ക് കിട്ടുന്നത്. ആ 6.73 മൈനസ് ചെയ്യാം. അപ്പോൾ ബിന്ന് 6.73 മൈനസ് ചെയ്താൽ നമുക്ക് അടുത്ത പോയിന്റ് കിട്ടും. ഈ പോയിന്റിലുള്ള എനർജീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടും. അതിനെ നമ്മൾ C എന്ന് വിളിക്കുക. BC ജോയിൻ ചെയ്യുക. ദെൻ ഈ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് ഒരു ലോസും കൂടി ഉണ്ട്, ഡ്യൂ ടു എക്സ്പാൻഷൻ ഓഫ് പൈപ്പ്. ആ എക്സ്പാൻഷൻ ഓഫ് പൈപ്പ് കാരണം ഉണ്ടാകുന്ന ലോസ് HE ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ Cന്ന് ആ HE കൂടെ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോയിന്റ് D കിട്ടും. ദെൻ നമുക്കൊരു ലോസ് വരുന്നത് എവിടെയാണ്, എക്സ്പാൻഷനും കൂടെ കഴിഞ്ഞാൽ ഈ പൈപ്പിലുണ്ടാകുന്ന ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ലോസാണ് വരുന്നത്. ആ ലോസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ ലോസ് എത്രയാണ്, HF2 ആണ്. അപ്പോൾ ഈ ഒരു ലൈനിൽ നിന്ന് HF2 മൈനസ് ചെയ്യുക. HF2 മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടും, അത് E ആണ്. അപ്പോൾ DE ജോയിൻ ചെയ്യാം. അപ്പോൾ ABCDE ആണ് നമ്മുടെ എനർജി ഗ്രേഡിയൻ്റ് ലൈൻ. ഇതിൽ നമുക്ക് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ Bന്ന് V1² / 2g. ഈ ഇതിൽ നമ്മൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈനിൽ ഓരോ പോയിന്റിലും പോയിട്ട് V² / 2g മൈനസ് ചെയ്യണ്ട. നമുക്ക് ഓൾറെഡി അറിയാം ഈ ടോട്ടൽ എനർജി ലൈനും ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈനും പാരലായിരിക്കും നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ മാത്രം V² / 2g മൈനസ് ചെയ്യുക. V1² ആണ് ഇവിടെ മൈനസ് ചെയ്യേണ്ടത്. V1² / 2g മൈനസ് ചെയ്താൽ B എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് V1² / 2gക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹൈറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് അടുത്ത പോയിന്റ് കിട്ടും. അതിൽ നിന്ന് നമ്മൾ ഈ BCക്ക് പാരലായിട്ടൊരു ലൈൻ വരക്കുക. അത് ഈ ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് H. ദെൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ DEക്ക് പാരലായിട്ടൊരു ലൈൻ വരക്കുക. അത് ഈ ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് I എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ GHI ആണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈനിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ എനർജി ലൈനും ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈനും പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ.